The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello children, Smappy welcome to all. Hope you are awaiting for today's class. So in physics we are dealing with the third chapter, that is force, and it is such a simple chapter, so hope you are getting the chapter. In the previous class we got introduced friction, right, and we classified friction into two, that is rolling friction and sliding friction, and finally we came to know that rolling friction is less than sliding friction. So today we are going to learn more on this friction. So let's begin the session with the topic advantages and disadvantages of friction. Listen children, now let's begin with the advantages and disadvantages of friction. So what do you mean by advantages and disadvantages of friction? We know that friction is used in many situations. നമ്മുടെ daily life എടുത്ത് നോക്കുമ്പോൾ പല സിറ്റുവേഷൻസിൽ നമ്മൾ ഫ്രിക്ഷൻ അറിഞ്ഞോ അറിയാതെയോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് ഗുണമാണ് ഉണ്ടാവുന്നത്, അതായത് ഫ്രിക്ഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്, നമുക്ക് യൂസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഫ്രിക്ഷൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സോ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷൻ യൂസ്ഫുൾ ആകുന്ന സിറ്റുവേഷൻ, ഫ്രിക്ഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന സിറ്റുവേഷൻ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഫ്രിക്ഷൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത സിറ്റുവേഷൻ. സോ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ചില സിറ്റുവേഷനിൽ ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് പ്രയോജനമാണുള്ളത്, ചില സിറ്റുവേഷനിൽ ഫ്രിക്ഷൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സി ഫോർ എക്സാമ്പിൾ, ഇൻ ഓർഡർ ടു ഹോൾഡ് ആൻ ഒബ്ജെക്ട് ഓർ ഇൻ ഓർഡർ ടു വാക്ക്, ഇൻ ഓർഡർ ടു റൺ, ഫ്രിക്ഷൻ ഇസ് നെസസറി അല്ലേ? ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം, ഗ്രിപ്പ് വേണം. അതർവൈസ് എന്ത് സംഭവിക്കും? ആ ഒബ്ജക്റ്റ് അവിടെ സ്ലിപ്പ് ചെയ്ത് താഴെ വീഴും. ഓക്കെ, അപ്പോൾ ഇത് ഫ്രിക്ഷൻ യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൊണ്ട് പ്രയോജനമുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇനി ഫ്രിക്ഷൻ യൂസ്ഫുൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഏതാണ്? യെസ്, വി ഡിസ്കസ് ദിസ്, ദാറ്റ് ഈസ് വി യൂസ്ഡ് ടു ലൂബ്രിക്കേറ്റ് ദ ആക്സിൽ ഓഫ് ബൈസിക്കിൾ വീൽ. ഞാൻ പറഞ്ഞിരുന്നു ഫ്രിക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാലം സൈക്കിൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ലൂബ്രിക്കേറ്റ് ചെയ്യും, ഓയിൽ അപ്ലൈ ചെയ്ത് ലൂബ്രിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ കുറേ കാലം നമ്മൾ സൈക്കിൾ റൺ ചെയ്ത സമയത്ത് കുറേ കാലം കൊണ്ട് എന്താണ് ഡെവലപ്പ് ചെയ്യാണ്? നമ്മുടെ മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ആൻഡ് വൈ വി ആർ ലൂബ്രിക്കേറ്റിംഗ്? യെസ്, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അവിടെ നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കണമെന്ന് പറയുമ്പോൾ അവിടുത്തെ കേസിലെ ഫ്രിക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് not useful. Here we have some situations where friction is beneficial and friction is non-beneficial. Beneficial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ നമുക്ക് യൂസ്ഫുൾ ആകുന്ന സിറ്റുവേഷൻസ്, നോൺ ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ യൂസ്ഫുൾ അല്ലാതിരിക്കുന്ന സിറ്റുവേഷൻസ്. Okay, so let's go through them and we can classify those situations. So listen children, these are the situations. So let's classify these situations into two, that is situations where friction is beneficial and situations where friction is non-beneficial. എവിടെയൊക്കെയാണ് ഫ്രിക്ഷൻ നമുക്ക് യൂസ്ഫുൾ ആവുന്നത്, എവിടെയൊക്കെയാണ് ഫ്രിക്ഷൻ നമുക്ക് യൂസ്ഫുൾ അല്ലാത്തത്? സോ ബെനിഫിഷ്യലിനെ ഞാനൊരു ടിക്ക് കൊണ്ട് മാർക്ക് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് നോൺ ബെനിഫിഷ്യൽ ഐ വിൽ മാർക്ക് ലൈക്ക് ദിസ്. Okay, so listen carefully. The first situation, that is striking a matchstick on the side of a matchbox. നമ്മൾ ഒരു മാച്ച് ബോക്സിന്റെ സൈഡിൽ ഒരു മാച്ച് സ്റ്റിക്ക് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ മാച്ച് സ്റ്റിക്ക് ബേൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? യെസ്, തീർച്ചയായിട്ടും അവിടെ ഫ്രിക്ഷൻ വേണം, എങ്കിൽ മാത്രമേ അവിടെ മാച്ച് സ്റ്റിക്ക് ബേൺ ചെയ്യുള്ളൂ. ഇപ്പോൾ ഫ്രിക്ഷൻ ഇസ് നോട്ട് ദെയർ മീൻസ് വാട്ട് വിൽ ഹാപ്പൻ? അത് അവിടെ സ്ലിപ്പ് ചെയ്ത് പോകും, മാച്ച് സ്റ്റിക്ക് ബേൺ ചെയ്യില്ല. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഫ്രിക്ഷൻ ഇസ് needed. So in the first case, what about friction? Whether it is beneficial or non-beneficial? Yes, it is beneficial. So in the first case, friction is beneficial. Listen children, now let's consider the second situation, that is wear and tear of machines. So what do you mean by wear and tear of machines? Yes, machines തേഞ്ഞു പോവുക. അപ്പോൾ machines എന്തുകൊണ്ടാണ്
മെഷീൻസിന്റെ പാർട്സ് ഒക്കെ തേഞ്ഞു പോകുന്നത്. അപ്പോൾ ഇൻ ദിസ് കേസ് വാട്ട് അബൌട്ട് ഫ്രിക്ഷൻ, വെദർ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഓർ നോൺ ബെനിഫിഷ്യൽ? മെഷീൻസ് ഒക്കെ തേഞ്ഞു പോകാന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യൽ ആണോ, യൂസ്ഫുൾ ആണോ? അല്ല. സോ ഇൻ ദിസ് കേസ് ഫ്രിക്ഷൻ ഇസ് നോൺ beneficial, it is not useful. Now what about the third situation? Yes, the third situation, that is walking and running. In order to walk, in order to run, this friction is needed, that we know. So in the third case, that is the third situation, that is the situation where this friction is beneficial. Friction is beneficial. Now let's consider the next situation, that is treading of tires of vehicle. So what do you mean by treading of tires? Yes, treading of tires എന്ന് പറയുന്നത് എന്താ? Yes, you can see here ടയേഴ്സിൽ ഇതേപോലെയുള്ള സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ടയേഴ്സിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രിക്ഷൻ വേണം, അവിടെ ഫ്രിക്ഷൻ ഇസ് നീഡഡ്. സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ വേർ ദിസ് ഫ്രിക്ഷൻ ഇസ് ബെനിഫിഷ്യൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രിക്ഷൻ ആവശ്യമാണ്. ഓക്കെ. Now the next situation, that is wearing out of tires. Yes, wearing out of tires എന്ന് പറഞ്ഞാൽ എന്താ? ടയേഴ്സ് തേഞ്ഞു പോവുക. തേഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is clear that it is the situation where this friction is non-beneficial. So it is non-beneficial. Now the last situation, that is fuel loss. So from the name itself we can say that this is the situation where this friction is non-beneficial. Friction ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ പറഞ്ഞ സിറ്റുവേഷൻ, ദാറ്റ് ഇസ് ഫ്യൂൽ ലോസ്. അതായത് മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്യൂൽ ഒക്കെ ആവശ്യം വരും. അപ്പോൾ അവിടെ ഒരുപാട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്? കൂടുതൽ ഫ്യൂൽ അവിടെ കൺസ്യൂം ചെയ്യും, അല്ലേ? ഒരുപാട് ഫ്യൂൽ അതുവഴി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്യൂൽ ആ മെഷീൻസിന് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യം വരും. അപ്പോൾ അങ്ങനെ ഫ്രിക്ഷൻ കൂടിയ കേസിൽ മെഷീൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂൽ ആവശ്യം കൂടുതൽ വരുന്നത് കൊണ്ട് it will lead to fuel loss. Yes, here we had some situations and we classified these situations into two, that is the situations where friction is useful, the situations where friction is not useful. Okay, and now it is clear that friction has some advantages in some situations, but in some other situations it has some disadvantages. ചില സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് പ്രയോജനമാണുള്ളത്, പക്ഷെ മറ്റു ചില സിറ്റുവേഷൻസിലോ ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രയോജനമില്ലാത്ത സിറ്റുവേഷൻസിൽ, ഫ്രിക്ഷൻ കൂടുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂടുന്നത് വഴി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, വി ഹാവ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൊണ്ട് പ്രയോജനമാണുള്ളത്, പക്ഷെ മറ്റു ചില സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ ഹാസ് സം ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്തരത്തിൽ ഫ്രിക്ഷൻ കൂടുന്നത് കൊണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉള്ള അല്ലെങ്കിൽ പ്രയോജനമില്ലാതിരിക്കുന്ന സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണം? what we have to do, we have to reduce friction. So now we are going to learn the methods to reduce friction. അപ്പോൾ എന്തായാലും ഫ്രിക്ഷൻ കൊണ്ട് പ്രയോജനമില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്തേ മതിയാവൂ. സോ ഹിയർ വി ആർ ഗോയിങ് ടു ലേൺ ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ മെത്തേഡ്സ്, ദ വേരിയസ് മെത്തേഡ്സ് ടു റെഡ്യൂസ് friction. Listen children, here we are going to learn the various methods to reduce friction, and here we have some methods, and these are the methods. The first one is streamlining, second one is use lubricants, third one is use bearings, and the fourth one is polishing the surface. So I know that you are not familiar with these methods. Anyway, let's discuss one by one. So first let's discuss streamlining. What is streamlining? Listen children, here we are going to learn the first method to reduce friction, that is streamlining. So what is streamlining? In order to understand streamlining, observe these pictures. Have you ever thought this? Why they are designed in a peculiar shape? The pictures നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു peculiar shape ഉണ്ട്, അല്ലേ? So why they are designed in a peculiar shape? Yes, that is to reduce friction. അതായത് ഈ വെഹിക്കിൾസ് ഒക്കെ എയറിലൂടെയും അതേപോലെ വാട്ടറിലൂടെയൊക്കെ പോകുന്ന സമയത്ത് എയർ കാരണം വാട്ടർ കാരണം ഒക്കെ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. അവരുടെ മോഷനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഫ്രിക്ഷൻ ഉണ്ടാവും, ഓപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും. സോ ഈ എയർ കാരണം വാട്ടർ കാരണമുള്ള ഫ്രിക്ഷൻ, അതായത് ഓപ്പോസിംഗ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് these vehicles are designed in peculiar shapes. Okay, so
So the vehicles are designed in a peculiar shape so as to reduce the friction due to air, water, etc. So what is streamlining? Yes, designing objects in a peculiar shape so as to reduce friction is known as streamlining. So streamlining, this is the first method to reduce friction. Now let's get into the second method. Now let's discuss the second method to reduce friction, that is use lubricants. So what do you mean by lubricants? So lubricants, these are the materials used to reduce friction. Friction reduce ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് എന്ത് lubricants എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് we used to lubricate the axle of bicycle wheel. അല്ലേ, കുറേ കാലം നമ്മൾ സൈക്കിൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞിരുന്നു? ഓയിൽ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ചെയിനിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നു പറഞ്ഞിരുന്നു അല്ലേ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ലൂബ്രിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. So that oil is a lubricant. Here we have some examples for lubricants, that is coconut oil, grease, graphite, etc. So these are the examples for lubricants. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ചിലരുടെ വീട്ടിലൊക്കെ സീവിംഗ് മെഷീൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അമ്മ സീവിംഗ് മെഷീനിൽ എന്ത് ചെയ്യുന്നത് കാണാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാണാറുണ്ട് അല്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, മെഷീൻ നമ്മൾ അവിടെ മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത്, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറേ കാലം കഴിയുമ്പോൾ അതിലൊരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കിണറിന് വെള്ളം കോരുന്ന സമയത്ത് ആ പുള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അങ്ങനെ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുക. ലൂബ്രിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ലൂബ്രിക്കേഷൻ ആൻഡ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആർ നോൺ ആസ് lubricants. അപ്പോൾ ഏതൊക്കെയാണ് lubricants എക്സാമ്പിൾ വരുന്നത്? യെസ്, coconut oil, grease, graphite, etc. And here what is the peculiarity of graphite? Actually graphite, which is a solid lubricant, and this coconut oil and grease, these are liquid lubricants. You know the difference between solids and liquids which we have learned in chemistry, right? അപ്പോൾ graphite എന്ന് പറയുന്നത് ഒരു solid lubricant ഒരു എക്സാമ്പിൾ ആണ്. ബാക്കി coconut oil and grease അതെന്താണ്? ലിക്വിഡ്സ് ആണ്, ലിക്വിഡ് lubricants ആണ്. So hope you understood the second method to reduce friction, that is use lubricants. നമുക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്താൽ മതി? lubricants യൂസ് ചെയ്താൽ മതി. And what do you mean by lubricants? Lubricants are the materials used to reduce friction, and the examples are coconut oil, grease, graphite, etc. Now let's discuss the next method to reduce friction. Now the next method to reduce friction, that is use bearings. So you might have seen this machines in the mechanical parts ഇടയിൽ ഇതേപോലെയുള്ള ബെയറിംഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എന്തിനാണ് മെക്കാനിക്കൽ പാർട്സിന് ഇടയിൽ ഇതേപോലെയുള്ള ബെയറിംഗ്സ് നമ്മൾ വെക്കുന്നത്? യെസ്, ഇപ്പം നമ്മൾ അവിടെ ബെയറിംഗ്സ് ഇല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ബെയറിംഗ്സ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു പാർട്ട്, മെഷീൻ്റെ ഒരു മെക്കാനിക്കൽ പാർട്ട് മറ്റൊരു മെക്കാനിക്കൽ പാർട്ടിന് മുകളിലൂടെ സ്ലൈഡ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുക, റൈറ്റ്? പക്ഷെ നമ്മൾ ബെയറിംഗ്സ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബെയറിംഗ്സ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റോൾ ചെയ്തിട്ടായിരിക്കും മെക്കാനിക്കൽ പാർട്സ് മൂവ് ചെയ്യുക. ആൻഡ് ഹിയർ വി ഹാവ് അപ്ലൈഡ് ദ കോൺസെപ്റ്റ് ദാറ്റ് റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവാണ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ കുറവായത് കൊണ്ട് തന്നെ അവിടുത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസി ആയിരിക്കും. അത് ബുദ്ധിമുട്ടുള്ളതായിരിക്കും? ഈസി ആയിരിക്കും അല്ലേ? അപ്പോൾ ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് മെക്കാനിക്കൽ പാർട്സ്, മെഷീൻസിന്റെ മെക്കാനിക്കൽ പാർട്സ് ഒന്നുകൂടി എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ യൂസ് ബെയറിംഗ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ വി ക്യാൻ യൂസ് bearings in between the mechanical parts of machines. മെക്കാനിക്കൽ പാർട്സിന് ഇടയിൽ, മെഷീൻസിന്റെ മെക്കാനിക്കൽ പാർട്സിന് ഇടയിൽ ഇതേപോലെയുള്ള ബെയറിംഗ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിക്ഷനെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് അനദർ മെത്തേഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. നൗ ലെറ്റ്സ് ഡിസ്കസ് ദി ലാസ്റ്റ് മെത്തേഡ്. Now the last method, that is polishing the surface. So this is another method to reduce friction. അതായത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർഫസുകൾ, ഇപ്പോൾ ടേബിൾ അങ്ങനെയുള്ള സർഫസുകളൊക്കെ നമ്മൾ പോളിഷ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡോറൊക്കെ പോളിഷ് ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ അതവിടെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിൽ എത്ര പേര് ക്യാരംസ് കളിക്കാറുണ്ട്? യെസ്, ലോക്ക്ഡൗൺ സമയത്തൊക്കെ നിങ്ങൾ ക്യാരംസ് ഒക്കെ കളിച്ചിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ? ഓക്കെ, അപ്പോൾ ക്യാരംസ് കളിക്കുന്ന സമയത്ത്
ആണ്. So here we have discussed 4 simple methods to reduce friction. So listen children, now it is clear that friction has some advantages as well as disadvantages. അപ്പോൾ ഫ്രിക്ഷന് ഡിസഡ്വാൻറ്റേജസ് ഉള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഫ്രിക്ഷൻ നമുക്ക് പ്രയോജനം അല്ലാതായി വരുന്ന സിറ്റുവേഷൻസിൽ there we have to reduce friction and we have different methods to reduce friction and these are the various methods. Hope you understood all these methods, that is streamlining, use lubricants, use bearings, polishing the surface, etc. So today we discussed the advantages and disadvantages of friction and then the methods to reduce friction. 2 simple topics